Hi friends, welcome back to my channel. It's me Raji. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഡേറ്റ ഫ്രെയിമിന്റെ ആക്സസിങ്ങും സ്ലൈസിങ്ങും ഓൾറെഡി നമ്മളത് ഡിസ്കസ് ചെയ്തിരുന്നു. കോളം ആക്സസ് ചെയ്യുന്നത്, അതേപോലെ റോയുടെ കേസ്. എങ്കിലും ചെറിയൊരു ഡൗട്ടും കൺഫ്യൂഷൻസും എപ്പോഴും ഉള്ള സെക്ഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഓൾറെഡി നമ്മളിവിടെ ഒരു ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡേറ്റ ഫ്രെയിമിനുള്ളിൽ എങ്ങനെയാണ് സ്ലൈസിങ്ങും ആക്സസിങ്ങും പെർഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ ഇതൊന്ന് റൺ ചെയ്യാം. DFഉം DF1ഉം രണ്ട് ഡേറ്റ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ആക്സസിങ് എന്താണ്, സ്ലൈസിങ് എന്താണ്, നമുക്ക് നോർമൽ കേസിൽ അറിയാവുന്ന കാര്യമാണ്. ആക്സസിങ് മീൻസ് ഒരു എക്സാമ്പിൾ ഞാൻ പറയും. ഇപ്പൊ ഒരു മാംഗോയുടെ തന്നെ എക്സാമ്പിൾ എടുക്കാം. നമ്മൾ തന്നെ മാംഗോ സ്ലൈസ് ചെയ്തെടുക്കാറുണ്ട്, അതല്ലെങ്കിൽ അത് ഓരോന്നും ചെറിയ ചെറിയ പീസ് ആക്കി എടുക്കാറുണ്ട് അല്ലെ. ആ പീസ് ആക്കി എടുക്കുന്നതിനെയാണ് ആക്സസിങ് എന്ന് പറയുന്നത്. ഓരോ സ്മോൾ പീസസ് ആക്കുക ഒരു മാംഗോ. അതേപോലെ സ്ലൈസിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, കണ്ടിന്യൂസ് ആയിട്ട് കുറെ പോർഷനിങ് പോരും. അതേപോലെ ഇപ്പം ആക്സസിങ് ചെയ്യുമ്പം എനിക്കിപ്പം സപ്പോസ് ഇതിനകത്തെ T1 മാത്രമായിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ T3 മാത്രമായിട്ട്, ഇനി അതല്ലെങ്കിൽ നെയിം എന്ന് പറയുന്ന കോളം മാത്രമായിട്ട്, ഇനി M2 എന്ന് പറയുന്ന കോളം മാത്രമായിട്ടൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിനെ ആക്സസിങ് എന്ന് പറയാം. സ്ലൈസിങ് എന്ന് പറഞ്ഞാൽ T1 to എനിക്ക് T4 വരെ വേണം. ഇതാണ് നോർമലി സ്ലൈസിങ് എന്ന് പറയുന്നത്. സോ ആക്സസിങ്ങിന്റെ കേസിൽ ഞാനിപ്പം കാണിച്ചു തരാം. DF ഡോട്ട് ഡേറ്റ ഫ്രെയിം ഇതാണ് DF, ഇത് DF1 ആണ്. DF ഡോട്ട് ലോക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണ്. സിമ്പിൾ ആയിട്ട് ലോക്കിനകത്ത് ഞാൻ കൊടുക്കുകയാണ്. എനിക്ക് 0 മാത്രം മതി, ഒരു സിംഗിൾ വാല്യൂ മാത്രം നമ്മൾ ആക്സസ് ചെയ്യുവാണെങ്കിൽ ഇതാണ് സ്റ്റെപ്പ്. DF ഡോട്ട് ലോക്ക് ഫംഗ്ഷൻ കൊടുക്കുക. ദെൻ 0,2. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോൾ മൾട്ടിപ്പിൾ വാല്യൂസ് ആക്സസ് ചെയ്യുന്നു അപ്പൊ നമ്മുടെ ബാഗ് ഏതാണ്? ആ ബാഗ് സ്ക്വയർ ബ്രാക്കറ്റ്. ഈ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുക അല്ലെ. എപ്പോഴും നമ്മൾ ഓർക്കുക, മോർ ദാൻ 1 ഐറ്റത്തിന് ഒരു സ്ക്വയർ ബ്രാക്കറ്റും കൂടെ വരും. സോ ഈ ഒരു ലെവലിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോ 0യും കിട്ടി, 2ഉം കിട്ടി. അതേ സെയിം ടൈമിൽ ഞാൻ DF ഡോട്ട് ലോക്ക് കൊടുത്തിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. ദെൻ എനിക്ക് 0 to 2 വരെ ആക്സസ് ചെയ്യണം. ഇവിടെ നിങ്ങൾ എഗെയിൻ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്താൽ, ഇത് എക്സാമിന് സാധാരണ ചോദിക്കാറുണ്ട്. സ്ക്വയർ ബ്രാക്കറ്റ്, ഡബിൾ ബ്രാക്കറ്റ്സ് കൊടുത്തിട്ടായിരിക്കും ആ ഔട്ട്പുട്ടിനകത്ത് അല്ലെ ഓപ്ഷൻസിനകത്ത് തന്നിട്ടുണ്ടാവുക. ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തോണം. ആക്സസിങ്ങിന് ഡബിൾ ബ്രാക്കറ്റ് നമ്മൾ പറഞ്ഞു അല്ലെ വേണം എന്നുള്ളത്. ബട്ട് സ്ലൈസിങ്ങിന് ഡബിൾ ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. സ്ലൈസ് ചെയ്യുന്ന സമയത്ത് ഒറ്റയടിക്ക്, അതായത് 0 to 2 ആണ് വാല്യൂസ്. ഒറ്റ ആ ഒരു ഇൻഡെക്സിന് വേണ്ടിയിട്ട് ഇൻഡെക്സിങ് ബ്രാക്കറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുമല്ലോ, ഇൻഡെക്സ് ആക്സസ് ചെയ്യാൻ കൊടുക്കുന്ന ബ്രാക്കറ്റ്, ആ ഒരു ഒറ്റ ബ്രാക്കറ്റിന്റെ മാത്രം ആവശ്യമേ ഉള്ളൂ. ഇവിടെ നോക്കേണ്ട ഒരു പോയിന്റ്, DF ഡോട്ട് ലോക്ക് കൊടുത്തപ്പം 0,2, 0യും 1ഉം 2ഉം ആക്സസ് ചെയ്തു. ഈ പോയിന്റ് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. 0യും 1ഉം 2ഉം, അതായത് ലോക്കിനകത്ത് കൊടുക്കുമ്പോൾ ഈ കൊടുത്തിരിക്കുന്ന എന്താണ്? നമ്മുടെ സ്റ്റാർട്ട് വാല്യൂ. സ്ലൈസിങ്ങിനകത്ത് എപ്പോഴും വരുന്ന അതാണ് സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പ്. ഇവിടെ എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്ന് ചോദിച്ചാൽ, ഇപ്പം സ്റ്റാർട്ട് വാല്യൂ, സ്റ്റാർട്ട്, ദെൻ സ്റ്റോപ്പ്, ദെൻ സ്റ്റെപ്പ്. ഓക്കെ, ഇപ്പൊ ഞാനൊരു വാല്യൂ കൊടുക്കുകയാണ്. സ്റ്റാർട്ട് വാല്യൂ 1 കൊടുത്തു, ദെൻ സ്റ്റോപ്പ് വാല്യൂ 5 പറഞ്ഞു, ദെൻ സ്റ്റെപ്പ് വാല്യൂ എന്ന് പറഞ്ഞാല് 1 തന്നെയാണ്. അപ്പൊ 1ൽ തുടങ്ങുക. നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ആണ്. പിന്നെ സ്റ്റെപ്പ് വാല്യൂ നിങ്ങൾ ചെക്ക് ചെയ്യുക. 1 + 1 എത്രയായിരിക്കും? നോർമൽ കേസിൽ അറിയാം 2 ആണ്. ഓക്കെ, 1 + 1 2, ദെൻ 2 + 1 3, 3 + 1, ഇങ്ങനെയാണ് ഫോർവേഡ് ഇൻഡെക്സിങ് പോകുന്നത്. 3 + 1 4. ഇങ്ങനെ നോർമൽ കേസിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? സ്റ്റെപ്പില്, അതായത് സ്റ്റെപ്പ് വാല്യൂ വെച്ചിട്ട് ഓരോ വാല്യൂസിനെ അവിടെ നിന്ന് നമുക്കിങ്ങനെ സ്ലൈസ് ചെയ്യാം അല്ലെ ആക്സസ് ചെയ്യാം. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പിനകത്തും ഇത് തന്നെയാണ് 0 1 2. ഓക്കെ, ഇവിടെ ഐലോക്ക് ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ, ഐലോക്ക് എന്ന് പറഞ്ഞാൽ ഇന്റിജർ ലൊക്കേഷൻ ആണ് ഐലോക്ക്. ഈ സെയിം സ്റ്റെപ്പ് തന്നെ ഇന്റിജർ ലൊക്കേഷൻ ഐലോക്ക് കൊടുക്കുകയാണ്. ഇതിനകത്ത് വരുന്ന ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഐലോക്ക് ആണ് സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്? 0, ഓക്കെ, 1 2.
ലാസ്റ്റ് വാല്യൂ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് 2നെ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് വാല്യൂ എടുത്തിട്ടുണ്ട്, സ്റ്റോപ്പ് വാല്യൂ അതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ലോക്കിന്റെ കേസിൽ എന്താണ്, 0 എടുത്തു, 1 2ഉം അവിടെ ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഐലോക്ക് കൊടുക്കുന്ന സമയത്ത് സ്റ്റോപ്പ് വാല്യൂ എക്സ്ക്ലൂഡ് ചെയ്യും. നോർമൽ നമ്മൾ ഇപ്പം ആക്സസിങ്, ഇപ്പൊ സീരീസിന്റെ ഒക്കെ കേസ് ആണെങ്കിൽ നോർമലി നമ്മൾ ആക്സസ് ചെയ്യുന്ന ടൈമിലും അല്ലെ സ്ലൈസ് ചെയ്യുന്ന ടൈമിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ലോക്ക് ഫംഗ്ഷൻ കൊടുത്തും അതല്ലാതെ നമ്മൾ ആക്സസ് ചെയ്യുന്ന ടൈമിലും എന്തായിരിക്കും, ഇപ്പം DF ദെൻ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് സിമ്പിൾ ആയിട്ട് ഇപ്പൊ 0: ഞാനിപ്പോ 2 എന്ന് കൊടുക്കുകയാണ്, 0:2 എന്ന് കൊടുക്കുകയാണ്. ഇവിടെ കണ്ടോ, 0:2 എന്ന് കൊടുക്കുമ്പോൾ 0യും 1ഉമേ എടുക്കത്തുള്ളൂ. അപ്പൊ ഈ പോയിന്റ് നിങ്ങൾ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അതായത് ലോക്ക് ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ലോക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലേബിൾഡ് ഇൻഡെക്സും കൊടുക്കാം, അതേപോലെ തന്നെ ഇന്റിജർ ഇൻഡെക്സും കൊടുക്കാം. ഇപ്പോ DF1 എന്ന് പറയുന്ന നമ്മുടെ ഡാറ്റാ ഫ്രെയിമിനകത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത് ലേബിൾഡ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ DF1.LOC കൊടുത്തിട്ട് ഇവിടെ T1 to T3 കൊടുക്കുകയാണ്, അല്ലെങ്കിൽ T4 കൊടുക്കുകയാണ്. T1 to T4 ആണ് നമുക്കിപ്പോ എന്ത് ചെയ്യേണ്ടത്, സ്ലൈസ് ചെയ്യേണ്ടത്. ഇവിടെ കണ്ടോ, T1 ഇൻക്ലൂഡഡ് ആണ്, T2 T3 T4 നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ലേബിൾഡ് ഇൻഡെക്സിന്റെ കേസിൽ ഈ കൊടുത്തിരിക്കുന്ന വാല്യൂ ഫുള്ളായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യും. അതായത് സ്റ്റാർട്ട് വാല്യൂവും സ്റ്റോപ്പ് വാല്യൂവും ലേബിൾഡ് ഇൻഡെക്സിന്റെ കേസിൽ. പക്ഷെ നോർമൽ ഒരു ആക്സസിങ് നടത്തുന്ന സമയത്ത് സ്റ്റാർട്ട് വാല്യൂ ഇൻക്ലൂഡ് ചെയ്യും, സ്റ്റോപ്പ് വാല്യൂ എക്സ്ക്ലൂഡ് ചെയ്യും. ഇവിടുത്തെ പോയിന്റും അതാണ്. ഇതിപ്പോ നോർമലി ലോക്ക് ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. സോ ഇവിടെയും 0 to 2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്, 0 1 എന്നുള്ള ഇൻഡെക്സിംഗ് ആണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ലോക്കിനകത്ത് ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം, നമ്മൾ ഇവിടെ ഇന്റിജർ ആണ് കൊടുത്തിട്ടുള്ളതെങ്കിലും ഇവിടെ എടുത്തിട്ടുള്ളത് 0യും എടുത്തു, 1ഉം എടുത്തു, 2ഉം എടുത്തു. ഏതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ലേബിൾഡ് ഇൻഡെക്സ് കൊടുക്കുന്ന സെയിം ഫീൽ ആണ് അവിടെ വരുന്നത്, അല്ലെ? അത് കൊടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പൊ ഐലോക്ക് കൊടുക്കുമ്പോൾ ഈ ഔട്ട്പുട്ട്സ് പ്രത്യേകം നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഐലോക്ക് കൊടുത്തിട്ട് സ്ലൈസ് ചെയ്യുമ്പം സ്റ്റാർട്ട് വാല്യൂ ദെൻ സ്റ്റോപ്പ് വാല്യൂ എക്സ്ക്ലൂഡ് ചെയ്യും. നോർമൽ സ്ലൈസിങ്ങിനകത്തും അതേപോലെ തന്നെ ഐലോക്കിന്റെ സെയിം എഫക്റ്റ് ആണ്. സ്റ്റാർട്ട് വാല്യൂ ഇൻക്ലൂഡ് ചെയ്യും, പിന്നെ സ്റ്റോപ്പ് വാല്യൂ എക്സ്ക്ലൂഡ് ചെയ്യും. ലോക്ക് കൊടുക്കുമ്പോൾ ഇത് സീരീസിന്റെ കേസിലും ഇതേപോലെ തന്നെയാണ്. ലോക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്താൽ സ്റ്റാർട്ടും ഇൻക്ലൂഡ് ചെയ്യും, അത് സ്റ്റോപ്പും ഇൻക്ലൂഡ് ചെയ്യും. ഈവൻ നമ്മളുടെ കൊടുത്തിരിക്കുന്നത് ഇന്റിജർ ആണെങ്കിൽ പോലും. സാധാരണ ഇന്റിജർ ആയിട്ടുള്ള ഇത് കാണുന്ന ടൈമില് ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ലോക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്ത് സ്ലൈസ് ചെയ്ത് കിട്ടിയ ഔട്ട്പുട്ടും ഈ കൊടുത്ത നോർമൽ സ്ലൈസിംഗ് വഴി നമുക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ടും രണ്ടും ഡിഫറൻസ് ഉണ്ടാകും. അപ്പോ ഓപ്ഷൻസ് തരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. ഐലോക്കും നോർമൽ സ്ലൈസിങ്ങിനും സെയിം ഔട്ട്പുട്ട്, അതായത് ലാസ്റ്റ് വാല്യൂ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ലോക്കിനകത്തെ കാര്യം വരുവാണെങ്കിൽ ലേബിൾഡ് ഇൻഡെക്സ് കൊടുത്താലും ഇന്റിജർ ഇൻഡെക്സ് കൊടുത്താലും ആ സ്റ്റാർട്ട് വാല്യൂം സ്റ്റോപ്പ് വാല്യൂം ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി മറ്റൊരു പോയിന്റ്, നിങ്ങൾക്ക് നെഗറ്റീവ് ഇൻഡെക്സിംഗ് വരുമ്പോൾ, ഇപ്പൊ ആക്സസിംഗ് മനസ്സിലായല്ലോ, DF.LOC കൊടുക്കുക. ഇനി നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും സിംഗിൾ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ സിംഗിൾ ആയിട്ട്, ഇപ്പൊ T1 വേണം, ദെൻ T2 അല്ലെങ്കിൽ T3 വേണം. അതേപോലെ തന്നെ എനിക്ക് കോളത്തിനകത്തുനിന്ന്, ഇത് റോയ്ക്കുള്ള പാർട്ടാണ്. ഇനി നമുക്ക് കോളത്തിനകത്തുനിന്ന് ഇപ്പോൾ നെയിം വേണം, അതേപോലെ തന്നെ M1 വേണം. നെയിം ആൻഡ് M1, നെയിമും കോട്സിൽ കൊടുക്കാമല്ലോ, കോളം നെയിം. ഓക്കെ, നെയിമും M1ഉം നമ്മൾ കൊടുത്തു. ഇപ്പൊ ഇത് നോർമൽ ആയിട്ടുള്ള ആക്സസിംഗ് ആണ്. DF, ഓക്കെ, DF എന്ന് പറഞ്ഞാൽ സോറി, അവിടെ നമുക്ക് T1 T2 ഇല്ല, DF1ലായിരുന്നു ഈ കൊടുത്തിരിക്കുന്ന T1ഉം T3. നമുക്കതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ DF1 ആണ് കേട്ടോ. ഓക്കെ, കണ്ടില്ലേ? അപ്പോ ഇങ്ങനെ വേണമെങ്കിൽ ആക്സസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞ രീതിയിൽ സ്ലൈസിങ് കൊടുത്തിട്ട് ആക്സസ് ചെയ്യാം. അതിനകത്തൊന്നും ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല. ഇത് നോർമൽ ആയിട്ടുള്ള ആക്സസിങ് ആണ്. എങ്ങനെ ഇപ്പൊ സിംഗിൾ വാല്യൂ വേണമെങ്കിൽ സിംഗിൾ വാല്യൂ ആയിട്ട് ആക്സസ് ചെയ്യാം. അപ്പോ ഇപ്പൊ DF1.ലോക്ക് ഫംഗ്ഷൻ കൊടുത്തു. ഇപ്പം ഇവിടെ നമ്മളൊന്നും കൊടുക്കുന്നില്ല, അതായത് റോയുടെ പാർട്ടിലൊന്നും കൊടുക്കുന്നില്ല, വെറുതെ കോളൻ കൊടുക്കുകയാണ്. ജസ്റ്റ് എന്നിട്ട് ഇതിൽ നിന്ന് മാത്രമേ വാല്യൂസ് കൊടുക്കുന്നുള്ളൂ. ഇവിടെ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്ലൈസിംഗ് ഫോമാറ്റിൽ കൊടുക്കാം. അതായത് ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് നെയിം എന്ന് പറയുന്ന കോളം തൊട്ട് M2 വരെയുള്ള കോളം വേണം എന്ന് വേണമെങ്കിൽ സ്ലൈസിംഗ് കൊടുക്കാം. സ്ലൈസിംഗ് കൊടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക,
നമ്മുടെ ബ്രാക്കറ്റിന്റെ കേസ് മറന്നു പോകരുത്. ഇവിടെ വന്നിട്ട് ഒരു ബ്രാക്കറ്റും കൂടെ കൊടുക്കരുത്. സ്ലൈസിങ്ങിന് എപ്പോഴും സിംഗിൾ ബ്രാക്കറ്റ് മതി. ഓക്കെ, നമ്മൾ ഇൻഡെക്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ സെയിം ബ്രാക്കറ്റ് തന്നെ മതി. പക്ഷെ ഇത് തന്നെ ഇവിടെ തന്നെ നമ്മൾ കണ്ടില്ല, ഇവിടെ നമ്മൾ സിംഗിൾ എലമെന്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന സമയത്ത് എന്തായിട്ടാണ് കൊടുത്തത്? സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ടാണ് യൂസ് ചെയ്തത്. അപ്പൊ ഈ കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി നെഗറ്റീവ് ഇൻഡെക്സിങ് കൊടുക്കുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ സ്ലൈസ് ചെയ്യുമ്പോൾ ഇപ്പോ df.iloc കൊടുത്ത് ഞാൻ കാണിക്കാം. df.iloc കൊടുത്തിട്ട് -1 ഞാൻ പ്രിന്റ് ചെയ്യിച്ചാൽ ഇത് കണ്ടോ, റോൾ നമ്പർ 5 ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് df.loc ഓഫ് അല്ലെങ്കിൽ iloc ഓഫ് 4th ഇൻഡെക്സ് ആയിരിക്കാം. കണ്ടോ, അതായത് df പ്രിന്റ് ചെയ്ത് കാണിക്കാം 0 1 2 3. ഇപ്പൊ ഇവിടുന്ന് നമ്മൾ ഫോർവേഡ് ഇൻഡെക്സിങ് എടുത്തേക്കുന്നത് പോലെ തന്നെ ഇവിടുന്ന് ബാക്ക്വേർഡ് ഇൻഡെക്സിങ്ങും വരുന്നുണ്ട്. ഈ 4 നോർമൽ കേസിൽ കൊടുത്തിട്ടുള്ള df ഓഫ് 4 എന്ന് പറയുന്നത് അല്ലെങ്കിൽ iloc ഓഫ് 4 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? iloc ഓഫ് -1. അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് -1 -2 -3 -4 -5 ഇങ്ങനെയാണ് റേഞ്ച് പോയിട്ടുള്ളത്. ഇവിടെ ഫോർവേഡ് ആണെങ്കിൽ 0 1 2 3 4 എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ലൈസിങ്ങിന്റെ കേസിൽ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്ലൈസിങ്ങിന്റെ കേസിൽ നമ്മൾ നോക്കേണ്ട പോയിന്റ് ഇപ്പൊ df കൊടുത്തിട്ട് df സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ പറഞ്ഞു സ്റ്റാർട്ട് വാല്യൂ ദെൻ സ്റ്റോപ്പ് വാല്യൂ ഇപ്പൊ ഞാൻ കൊടുക്കുകയാണ് 5 എന്ന് കൊടുക്കുകയാണ്. 0:5 കൊടുത്തു. സ്റ്റെപ്പ് വാല്യൂ ഡിഫോൾട്ട് 1 ആയിരിക്കും. നമ്മൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അതാണല്ലോ ഡിഫോൾട്ട് എന്ന് പറയുമ്പോൾ. ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതേപോലെ df then 0:5 ഇങ്ങനെ കൊടുത്താലും സെയിം ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് df സ്ക്വയർ ബ്രാക്കറ്റ് 0. ഇനി സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കൊടുത്താലോ? ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും സെയിം ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. കണ്ടില്ലേ, df കോളൻ മാത്രം കൊടുത്തല്ലോ. അപ്പൊ ഇതിനെല്ലാം നമുക്ക് സെയിം ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്. ഇനി df സ്ക്വയർ ബ്രാക്കറ്റ് ദെൻ ഇവിടെ 0:5 കൊടുത്തു. സ്റ്റെപ്പ് വാല്യൂ ഞാൻ -1 കൊടുക്കുകയാണ്. -1 ആയി കഴിയുമ്പോൾ നേരെ എന്തായി പോകും? അതായത് -1 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ട പോയിന്റ് എന്താണെന്ന് അറിയാമോ? 0 + -1 ഇങ്ങനെ, അതായത് ഓരോന്നിനകത്ത് നമ്മൾ സ്റ്റെപ്പ് വാല്യൂ വെച്ചിട്ട് ആഡ് ചെയ്ത് നോക്കുക. സ്റ്റെപ്പ് വാല്യൂ വെച്ചിട്ട് ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ df ദെൻ സ്ക്വയർ ബ്രാക്കറ്റ് 0 വേണ്ട, നമുക്ക് 1 കൊടുക്കാം. 1 അതല്ലെങ്കിൽ -4:-1 ദെൻ ഞാൻ ഇവിടെ പോസിറ്റീവ് തന്നെ, അതായത് സ്റ്റെപ്പ് വാല്യൂ 1 തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മുടെ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നുണ്ടോ? -4 തുടങ്ങുക -1 വരെ വരിക എന്നാണ്. അപ്പൊ -1 എന്ന് പറയുമ്പോൾ നമ്മൾ -2 വരെ ആയിരിക്കും എടുക്കുന്നത്. ആ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിച്ചോണം. മൈനസ് വാല്യൂ ആണ്, -2 ആയിരിക്കും. ഇവിടെ എങ്ങനെയാണ് ആക്ച്വലി ഇതിന്റെ വർക്കിംഗ് നടന്നത്? -4 + 1 കാരണം സ്റ്റെപ്പ് വാല്യൂ എത്രയാണ്? 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -3. പോസിബിൾ ആണല്ലോ. -1 അതായത് -4ലാണ് തുടങ്ങിയിട്ടുള്ളത്. ഇത് -5 ആണ്. -4 പിന്നെ എത്രയാണ് വരുന്നത്? -3 -2 പോസിബിൾ ആണ് അല്ലെ? അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത് 1 2 3 ആണ്. കണ്ടില്ലേ? 1 2 3 സ്റ്റെപ്പ് വാല്യൂ പോയിട്ടുള്ളത് അങ്ങനെയാണ്. അതായത് -4 + 1 ചെയ്ത് നോക്കുക. സ്റ്റെപ്പ് വാല്യൂ ഇവിടെ തന്നിട്ടുള്ളത് മൈനസ് അല്ല, പ്ലസ് തന്നെയാണ് അല്ലെ? സ്റ്റെപ്പ് വാല്യൂ +1 ആണ്. അപ്പൊ -4 + 1 -3 ദെൻ -3 + 1 -2. അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഔട്ട്പുട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിച്ചത്. ഇനി ഇതേ സെയിം തന്നെ -1:-4 ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ വരുന്ന ഔട്ട്പുട്ട് df സ്ക്വയർ ബ്രാക്കറ്റ് -1:-4 ഇവിടെ വരുന്ന ഔട്ട്പുട്ട് empty ആണ്. അതിന്റെ റീസൺ എന്താണ്? ഇപ്പൊ നമ്മൾ പഠിച്ച ലെവലിൽ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. -1 + 1 ഈസ് ഈക്വൽ ടു 0. അതായത് ഇപ്പൊ നമ്മൾ -1ലാണ് നിൽക്കുന്നത്.
ഇവിടെയാണ് -1ലാണ് നിൽക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്നത് എന്തിലേക്കാണ്? 0യിലേക്കാണ്. അതൊരിക്കലും പോസിബിൾ ആയ കാര്യമല്ല. -1ൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് നോർമൽ കേസിൽ നമ്മൾ -2ലേക്കാണ് വെക്കുക. പിന്നെ -3, -4 ഇങ്ങനെയാണ് പോകുന്നത്. അതല്ലാതെ -1ൽ നിന്നിട്ട് പെട്ടെന്ന് 0 എന്ന് പറയുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് empty ആയിട്ടുള്ള സെറ്റ് കിട്ടിയത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ സ്റ്റാർട്ട് വാല്യൂ പ്ലസ് സ്റ്റെപ്പ് വാല്യൂ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് അതാണ് നെഗറ്റീവിന്റെ കേസ് വരുമ്പോഴും ആ ഒരു ലെവലിൽ ചിന്തിച്ചാൽ മതി. അവിടെ കൺഫ്യൂഷന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇവിടെ തന്നെ നോക്കിക്കേ. ഇപ്പൊ DF ഈ സെയിം തന്നെ -1:-4 then -1 ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് കൊടുക്കുന്നതെങ്കിൽ കണ്ടില്ലേ? നോക്കിക്കേ. -1 പ്ലസ് -1 എത്രയാ വരുന്നത്? -1 പ്ലസ് -1 എന്ന് പറയുമ്പോൾ -2 പോസിബിൾ ആണല്ലോ അല്ലെ? പിന്നെ -1, -2, -3 ഇവിടെ -4 വരെയാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് -3 വരെ നമുക്ക് ആക്സസ് ചെയ്യാം. ദെൻ -1 ആണ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് 4, 3, 2 ഇങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ സ്ലൈസിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈസി ആയിട്ടുള്ള സെക്ഷൻ ആണ്. പക്ഷെ അത് മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് നമുക്ക് തോന്നും. ഈ സെക്ഷനിൽ നിന്ന് പാർട്ട് ബിയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പാർട്ട് ബിയിലാണെങ്കിലും സിയിലാണെങ്കിലും സിനേക്കാളും കൂടുതൽ പാർട്ട് ബിയിൽ ഡാറ്റാ ഫ്രെയിമിന്റെ ചോദിക്കുന്ന ടൈമിൽ ഇത് തന്നെയാണ് സീരീസിന്റെ കേസിലും. ഈ പോയിന്റ്സ് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ആക്സസിംഗ് എന്താണ്, സ്ലൈസിംഗ് എന്താണ്, അതേപോലെ നെഗറ്റീവ് കൊടുക്കുന്ന ടൈമിൽ എന്ത് ഡിഫറൻസ് ആണ് വരുന്നത്. ജസ്റ്റ് സ്റ്റാർട്ട് വാല്യൂ പ്ലസ് സ്റ്റെപ്പ് ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് പോസിബിൾ ആണെങ്കിൽ, അതായത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം 0, 1, 2, 3, 4 അങ്ങനെയാണ് ഒന്നുകിൽ നമ്മൾ സ്റ്റെപ്പ് വെച്ച് പോകേണ്ടത്, സ്റ്റെപ്പ് വെച്ചിട്ട് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ -1, -2, -3, -4, -5 ഈ ഒരു സ്റ്റെപ്പിന്റെ വേയിൽ നമുക്ക് പോകാം. ഇതല്ലാതെ -1ൽ നിന്ന് ഡയറക്റ്റ് ഇപ്പൊ 0യിലേക്ക് സ്റ്റെപ്പ് പറയുക, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ അത് empty സെറ്റ് ആയിട്ട് അല്ലെ empty ഡാറ്റ ഫ്രെയിം ആയിട്ടായിരിക്കും റിട്ടേൺ ചെയ്യിക്കുന്നത്. ഈ പോയിന്റ്സ് മാത്രം സ്ലൈസിംഗിൽ ശ്രദ്ധിക്കുക. ഇത്രയും പോയിന്റ്സ് അതേപോലെ ഇതിന് നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇത് തന്നെ നമ്മൾ തന്നെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് ഐഡിയ കിട്ടും. സോ ഇനിയിപ്പോ എക്സാമിന് ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. സിമ്പിൾ ആയിരിക്കും, ആൻസേഴ്സ് അതിനകത്ത് തന്നെ ഉണ്ടാകും. നിങ്ങൾ നോക്കുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇനി ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതേപോലെ ഷെയറും ചെയ്യണം. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.